പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ആദ്യം ഒരു ദേശഭക്തി ഗാനം. പാടുന്നത് എബ്രിയ, ദിയ, ഐവിൻ, ഒലിവ്. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ എൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ എൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ, നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ എൻ കൃപ എന്നിൽ തൂകണമേ. അടുത്തത് ഒരു കവിതയാണ്. മീനാക്ഷി അരുൺ ചൊല്ലുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉമാകേരളം എന്ന മഹാകാവ്യത്തിലെ ഏതാനും വരികൾ. നെടിയ മല കിഴക്കും നേരഴാത്താഴിമേക്കും വടിവിലെലുകയായി തഞ്ചിടും വഞ്ചിനാട്. അടിയനിതറിയിക്കാം അബ്ധി കാഞ്ചിക്കു നീയേ മുടി നടുവിൽ വിളങ്ങും മുഖ്യമാണിക്യരത്നം. അടിയനിതറിയിക്കാം അബ്ധി കാഞ്ചിക്കു നീയേ മുടി നടുവിൽ വിളങ്ങും മുഖ്യമാണിക്യരത്നം. അനഘതപ്പെടുമമ്മേ വത്സലത്വത്തിനാൽ നിൻസ്തനഗിരികൾ ചുരത്തും നൽപയസൽപ്പമെന്യേ ദിനമനുപരിപാനം ചെയ്കയാൽ നിന്നിലുണ്ടാമനവധി ചെറുധാന്യം പുഷ്ടി പൂണ്ടുല്ലസിപ്പൂ. അരിയ തൃണമിണങ്ങും നിന്റെ മൈതാനമാകും ഹരിത പരവതാനിക്കൊക്കുമുത്കൃഷ്ടശില്പം. പരിചിനൊടു പുകഴ്ത്തി പാട്ടുപാടുന്ന പക്ഷി പരിശയുടെ ജനിക്കേ പാരിതിൽ ചാരിതാർത്ഥ്യം. പരിചിനൊടു പുകഴ്ത്തി പാട്ടുപാടുന്ന പക്ഷി പരിചയുടെ ജനിക്കേ പാരിതിൽ ചാരിതാർത്ഥ്യം. മരുവനൊരുവനമ്മേ മാതൃഭൂവെന്നു വന്നാൽ പെരുകുമവനതിങ്കൽ പ്രേമമെന്നാപ്തവാക്യം. കരുണയോടനിശം നീ കാക്കിലും നന്ദിയെന്നേ മരുവുക പതിവാം നിന്മക്കൾക്കാർക്കോടകന്മാർ. കരുണയോടനിശം നീ കാക്കിലും നന്ദിയെന്നേ മരുവുക പതിവാം നിന്മക്കൾക്കാർക്കോടകന്മാർ. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിമലരിണ വേണം താങ്ങുവാൻ
അടിമലരിണ വേണം താങ്ങുവാൻ, മറ്റൊരിടത്തടിയുവതു ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. സതി കനിവിനോടും പെറ്റെന്നെ ഇന്നേ വരയ്ക്കും, പതിവിനഴലശേഷം മാറ്റി നീ പോറ്റിയല്ലോ. ഇതിനു പകരമെന്താം നിന്റെ കാര്യത്തിലെങ്കൽ, ക്ഷിതിയിലനിശമമ്മേ നിൽക്കുമക്രീതദാസ്യം. ഇതിനു പകരമെന്താം നിന്റെ കാര്യത്തിലെങ്കൽ, ക്ഷിതിയിലനിശമമ്മേ നിൽക്കുമക്രീതദാസ്യം. പരമപുരുഷശയ്യേ ഭാരതക്ഷോണിമൗലേ, പരശുജയ പതാകേ പത്മജാ നൃത്തശാലേ. പരമിവനു സഹായം പാരിലാരുള്ളു നീയേ, പരവശതയകറ്റി പാലനം ചെയ്കതായേ. പരമിവനു സഹായം പാരിലാരുള്ളു നീയേ, പരവശതയകറ്റി പാലനം ചെയ്കതായേ. ഇനി വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കാം. അവതരണം ഗോകുൽ ജി നായർ, നിവേദിത എം മേനോൻ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ജൂൺ 19 വായന ദിനമായിരുന്നെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ അല്ലേ? അക്ഷരം അറിവിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ് നിരക്ഷര ഗ്രാമങ്ങളിൽ അക്ഷരദീപം കൊളുത്തിയ അക്ഷരജ്യോതിസും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ശില്പിയുമായ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അന്നേ ദിവസം നമ്മൾ വായന ദിനമായി ആഘോഷിക്കുന്നു. P. സുരേന്ദ്രൻ്റെ ഹൃദയസ്പർശിയായ അമ്മമ്മ എന്ന അനുഭവക്കുറിപ്പാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അമ്മമ്മ. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തൻ്റെ 3ാമത്തെ പേരക്കുട്ടിയെയും സ്കൂളിൽ ചേർക്കാൻ ആ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്ത് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൂത്ത 2 പേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മമ്മ കൊണ്ടുവന്നത്. അവരിൽ മൂത്തവനിപ്പോൾ 9ലെത്തി, താഴെയുള്ളയാൾ 7ലും. ഇനി അമ്മമ്മ തൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നോർത്താൽ അമ്മമ്മയ്ക്ക് ആശ്വാസമാണ്. എന്നാൽ ചിന്തകൾ പെരുകുന്തോറും മഹാസങ്കടങ്ങളും. 4 വർഷം മുൻപ് മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് അമ്മമ്മയെ ആദ്യം കാണുന്നത്. കരച്ചിൽ വടുകെട്ടിയ മുഖം മനസ്സിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞു കിടന്നു. വെപ്രാളപ്പെട്ട നടത്തം പൊറുതികെട്ട ജന്മത്തിൻ്റെതാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. കൂടെയുള്ള കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങി അവൻ ചിണുങ്ങിയത് ആ സ്കൂളിൽ തന്നെ ചേർക്കേണ്ട എന്ന് പറയാനാണ്. ചെറിയ കുട്ടിയല്ലേ, ഹോസ്റ്റൽ ജീവിതം സ്വീകരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടുണ്ടാവില്ലല്ലോ അവന്. അമ്മമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അലിഞ്ഞൊഴുകാൻ തുടങ്ങി. പൊന്നുമക്കളെ എത്ര ലാളിച്ചാലാണ് തൻ്റെ കൊതിയടങ്ങുക എന്ന് അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു. 3 മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. അമ്മയില്ലാത്ത 3 മക്കളെയാണു താൻ പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ മുഖത്തെ ചുളിവുകളിലേക്കും കറുത്ത പാടുകളിലേക്കും ഞാൻ നോക്കി. തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുൻപിൽ. എന്നാലും പൊടിയുന്നുണ്ട് തെളിനീര്. എത്ര ദൂരത്തു നിന്നാണ് ആ അമ്മമ്മ വരുന്നത്? അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങിപ്പോകുമ്പോൾ അമ്മമ്മ ഏങ്ങിക്കരഞ്ഞു. അങ്ങനെ കരയുന്നൊരമ്മമ്മയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വിധവയാണ് അമ്മമ്മ. 3 പേരക്കുട്ടികളെയും
പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. മൂന്നാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണുനീർ തിളങ്ങുന്നൊരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് കണ്ണീർ പൊടിഞ്ഞതും. ആ മകൾ ഒരേയൊരു മകളായിരുന്നു, ആണും പെണ്ണുമായി ഒന്ന്. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്നു തന്നെയാണ് 3 കുട്ടികളും പിറന്നത്. ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അമ്മമ്മ പണി ചെയ്തു കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതാവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു കാണണം. പക്ഷേ അവന് ഒരു മാറ്റവും വന്നില്ല. അമ്മ വിളക്കൂതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷമായി. കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്കറിയില്ല. ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്ക് വന്നു കാണും അമ്മമ്മ. അവൻ്റെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്ന് പിന്നിക്കീറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്നു പരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറത്തുട്ടുകളിൽ കണ്ണീരു നനച്ച അമ്മമ്മ അവന് കൊടുക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. അറിയാവുന്നതുകൊണ്ട് അവനത് മേടിക്കും. എത്രയോ തവണ ഞാനത് കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തവനെയും ഹോസ്റ്റലിൽ ചേർത്തു. ഇപ്പോൾ 3ാമത്തവനെയും. കണ്ണീർ നനച്ചു നൽകേണ്ട ചില്ലറത്തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പേഴ്സാവട്ടെ കൂടുതൽ പിന്നിക്കേറുകയും ചെയ്തിരിക്കുന്നു. 3 കുട്ടികളെയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അവരുടെ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. ഇപ്പോൾ ഇടയ്ക്കിടെ 3 പേരെയും കാണാൻ അമ്മമ്മ വരും. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുൻപ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തുകൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. ഈയിടെ മറ്റൊന്നും കൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പ് ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടു പൊട്ടിയിട്ടുണ്ട്. 3 മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അധ്യാപകരെ കാണും അമ്മമ്മ. എൻ്റെ മക്കളെ പൊന്നു പോലെ നോക്കണേ എന്നു യാചിക്കും. പഠിച്ചു കരകേറ്റണേ എന്നും പറയും. ഇന്റർവെൽ സമയത്ത് 3 പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്കിറങ്ങും. 3 പേരും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്കറിയാം. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാകരുത്. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസന പോലും വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതുക്കൽ ചെന്നു നിന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ഒരിക്കൽ ഞാൻ കേട്ടു. എൻ്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീർ കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളുടെ ചോരയായി. വയ്യ,
അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അവസാനമായി ഒരു ലളിതഗാനം പാടുന്നത് കെവിൻ ജീവൻ. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചീരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീളിപ്പടർന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. കളകള നോപ്പുര മുഖരിത പുളിനങ്ങൾ, കളകള നോപ്പുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചീരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.